വിളിച്ചിട്ട് മൈജിയിൽ നിന്നുള്ള ആളുകൾ ഇത് അടക്കണം എന്നുള്ള രീതിയിലേക്ക് ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിപ്പെടുത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഡെത്ത് തുക, അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ഇൻഷുറൻസ് തുക ഇവർക്ക് 2 മാസത്തിനുള്ളിൽ അനുവദിക്കപ്പെടും. ആ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടക്കുന്ന പൈസ നിങ്ങൾക്ക് തിരിച്ചെടുക്കാമെന്ന ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന പാവപ്പെട്ട ഈ പറയുന്ന യുവാക്കളിൽ നിന്ന് ഈ മൈജി സ്ഥാപനം പൈസ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നിരവധി തവണ ഇതിന്റെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ഹാജരാക്കാൻ പറഞ്ഞു. ഈ മൈജി ഡിജിറ്റൽ ഷോപ്പുകളെ കുറിച്ച് അറിയാത്ത മലയാളികൾ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ. കേരളത്തിലെ 14 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് ഭീമന്മാരായി മൈജി വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനായി ഒരു തവണയെങ്കിലും മൈജിയിൽ പോയിട്ടുണ്ടാകും അല്ലെ. ഞാൻ തന്നെ ഈ അടുത്തൊരു മൊബൈൽ ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് സാംസങ് S24 അൾട്ര എടുക്കാൻ വേണ്ടിയിട്ട് മഞ്ചേരിയിലെ മൈജി ഷോറൂമിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാലക്കുടിയിലുള്ള മൈജി സ്റ്റോറിൽ നിന്നും 2 പേർക്ക് നേരിടേണ്ടി വന്ന വളരെ മോശം അനുഭവത്തെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ഒരു അമ്മയ്ക്കും മോനും ഉണ്ടായ അനുഭവത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ബിടെക് പഠിക്കുന്ന തന്റെ മകന്റെ പഠനാവശ്യത്തിന് വേണ്ടി ഒരു ലാപ്ടോപ്പ് വാങ്ങാനായിട്ടാണ് ഈ അമ്മയും മോനും കൂടെ ചാലക്കുടിയിലെ മൈജി സ്റ്റോറിലേക്ക് പോകുന്നത്. അങ്ങനെ 1.25 ലക്ഷം രൂപ വരുന്ന ലെനോവയുടെ ഒരു ലാപ്ടോപ്പിനെ ഇവരങ്ങ് പർച്ചേസ് ചെയ്ത് പേയ്മെന്റ് ആയിട്ടാണ് അടിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു ലാപ്ടോപ്പ് ഒക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി. മകൻ പഠനാവശ്യങ്ങൾക്കായി ലാപ്ടോപ്പ് ഉപയോഗിച്ച് തുടങ്ങി. പക്ഷെ കുറച്ചു നേരം ഉപയോഗിക്കുമ്പോഴേക്കും ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ ഓഫ് ആയി പോകുന്നു. വാങ്ങിയിട്ട് ആകെ 2 ആഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കണം. അങ്ങനെ ആ ലാപ്ടോപ്പ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈജിയിലേക്ക് പോയപ്പോഴാണ് ഈ അമ്മയ്ക്കും മോനും അവിടെ നിന്നൊരു മോശം അനുഭവം ഉണ്ടാകുന്നത്. എന്തായാലും അതിനെ കുറിച്ച് അവർ പറഞ്ഞൊന്ന് കേട്ടു നോക്കാം. നമ്മൾ സെപ്റ്റംബർ 2-ാം തീയതി ഇവിടുന്ന് ലാപ്ടോപ്പ് എടുക്കുന്നത്. അത് മോൻ ബിടെക് പഠിക്കുകയാണ്, ലാസ്റ്റ് ഇയർ ആണ്. അവന്റെ എക്സാമിന്റെ കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ PMI ലാപ്പ് എടുത്തത്. ഫസ്റ്റ് അടവ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ലാപ്പ് എടുത്തു. സെപ്റ്റംബർ 2-ന് എടുത്ത ലാപ്പ് സെപ്റ്റംബർ 20-ാം തീയതി ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി യൂസ് ഉണ്ടായില്ല. മോൻ എക്സാം നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ഹാഫ് അവർ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലാപ്പ് ഓഫായി, ഡിസ്പ്ലേ ഓഫായി. ലാപ്പ് ഓഫ് അല്ല, ഡിസ്പ്ലേ തന്നെ ഓഫായി പോയി. പിന്നെ ഡിസ്പ്ലേ അനങ്ങുന്നില്ല, പക്ഷെ ലാപ്പ് ഓണിലിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രാത്രിയായിരുന്നു, ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, ഇത് ക്ലോസ് ആയിരുന്നു. ഇവരോട് വിളിച്ച് നമ്മൾ കാര്യം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്ക് ഇതിന്റെ ചാർജ് ഇറങ്ങിപ്പോയി. നമ്മൾ വീണ്ടും പ്ലഗ് ചെയ്യുമ്പോൾ ലാപ്പ് ഓൺ ആയിട്ടുണ്ട്. അന്നേരം ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ അവർ പറഞ്ഞു പുതിയത് എടുത്തപ്പോൾ അതിൽ കുറച്ച് അപ്ഡേഷൻസ് ചെയ്യാൻ ബാലൻസ് കിടപ്പുണ്ട്, അതിന്റെയാണ് പറഞ്ഞു. അവർ അപ്ഡേറ്റ് ചെയ്ത് അപ്പൊ തന്നെ സാധനം തിരിച്ചു തന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാപ്പ് ഡിസ്പ്ലേ ഓഫ് ആവുക. അത് ആ ചാർജ് തീരുന്ന വരെ ലാപ്പ് ഓൺ ആയിരിക്കും. ഡിസ്പ്ലേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും പ്ലഗ് ചെയ്യുമ്പോൾ ഇത് ഓൺ ആകും. നമ്മൾ ഇവർക്കിടയിൽ വീണ്ടും കൊണ്ടു കൊടുത്തു. അന്നേരം കൊണ്ട് ഇവർ വീണ്ടും സർവീസിന് വിട്ടു. ഓക്കെ, ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ ആകുമ്പോൾ കംപ്ലൈന്റ് വരുന്ന സ്വാഭാവികമാണ് അല്ലേ. അതിപ്പോ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉള്ള ഒരു പീസാണ് നമുക്ക് കിട്ടിയതെങ്കിൽ പിന്നെ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ വാറന്റിയും ഗ്യാരണ്ടിയും ഉള്ളത് കൊണ്ടൊക്കെ തന്നെ പേടിക്കാനൊന്നുമില്ല. വാങ്ങിയ കടയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അവർ തീരുമാനമാക്കി തന്നോളൂ. ആ ഒരു സമാധാനത്തിലാണ് ഇവർ ലാപ്ടോപ്പ് കൊണ്ട് മൈജിയിലേക്ക് തിരിച്ചു പോകുന്നത്. പക്ഷെ 2-3 തവണ ഒരു സർവീസ് സെന്ററിൽ കയറി ഇറങ്ങിയിട്ടും ലാപ്ടോപ്പ് റെഡി ആവുന്നില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മുതൽ മദർ ബോർഡ് വരെ ചേഞ്ച് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. എങ്ങനെ നോക്കിയിട്ടും ഉപയോഗിച്ച് തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞാൽ ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവം തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി ആകെ മുന്നിലൊരു വഴി കേടായ ലാപ്ടോപ്പിന് പകരം പുതിയ ലാപ്ടോപ്പ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. വാങ്ങിയിട്ട് ആകെ ഒരു മാസം പോലും ആയിട്ടില്ല. പ്രൊഡക്റ്റ് ഇപ്പോഴും വാറന്റി പീരീഡിലാണുള്ളത്. പക്ഷെ വാറന്റി പ്രകാരം അത് സർവീസ് ചെയ്തിട്ടും കംപ്ലൈന്റ് മാറുന്നില്ല എങ്കിൽ കാര്യമായിട്ടുള്ള എന്തോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. സോ ഇനിയുള്ള ഏക വഴി റീപ്ലേസ്മെന്റ് തന്നെയാണ്. പുതിയത് മാറ്റി തരാമെന്ന് മൈജിക്കാർ സമ്മതിച്ചതുമാണ്. പക്ഷെ അത് മാറ്റി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ പേരും പറഞ്ഞ് ഈ അമ്മയും മോനെയും കുറെ നടത്തിച്ച് ഇവരുടെ ഷോറൂം സർവീസ് സെന്ററുകളും മാറി മാറി കയറി ഇറങ്ങി ഒടുക്കം പോലീസ് കംപ്ലൈന്റ് വരെ കൊടുക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ്. ബാക്കി അവർ പറഞ്ഞു കേട്ടോക്കാം. അത് കഴിഞ്ഞത് യൂസ് ചെയ്തു. മൂന്നാമത് പിന്നെയും ഇത് കംപ്ലൈന്റ് വന്നു. ഒരാഴ്ച തീർന്നെങ്കിൽ പിന്നെയും കംപ്ലൈന്റ് ആയി. പിന്നെ നമ്മൾ കൊണ്ടുവന്നു. അന്നാ ചേട്ടൻ നമുക്ക് പ്രോമിസ് ചെയ്തു ഇനി ഇതിനൊരു ഇഷ്യൂ വന്ന റീപ്ലേസ്മെന്റ് ആണ്, ഇനി നമ്മൾ സംസാരിക്കുന്നൊന്നുമില്ല ഇവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു DOI വിടാം, അങ്ങനെ ഇങ്ങനെയാ റീപ്ലേസ്മെന്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയ ലാപ്പ് പിന്നെയും യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെയും കംപ്ലൈന്റ് ആയി. അപ്പൊ അന്ന് നമ്മുടെ അടുത്ത് വന്ന ശരത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് വന്നത്. ആള് പറഞ്ഞ ആളാണ് ഇവിടുത്തെ ടെക്നിക്കൽ സൈഡിന്റെ ഹെഡ്. അപ്പോൾ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പുള്ളിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ തന്നു പുള്ളിയുടെ. അത് കഴിഞ്ഞ് ഇഷ്യൂ വന്ന അന്ന് നമ്മൾ ഈ ശരത്ത് എന്ന് പറഞ്ഞ ചേട്ടനെ ഞാൻ വിളിച്ചു. രാത്രി വിളിച്ച കാര്യം പറഞ്ഞു. ആളിന്റെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ ഞാൻ വിളിക്കാം, അപ്പൊ ലാപ്പ് കൊണ്ടുവന്നാൽ മതി, ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്, നമുക്ക് കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ആളുടെ അടുത്ത് 5 വട്ടം എടുത്ത് ചോദിച്ചു, ചേട്ടാ വിളിക്കില്ല, കാരണം നമ്മൾ വിളിച്ചവരാരും ഫോൺ എടുക്കാറില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു. ആൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ വിളിച്ചു, കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം വിളിച്ചു, കിട്ടിയില്ല. ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച എക്സാം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഈ 2 ആഴ്ച ഗ്യാപ്പിൽ ഒരു 4-5 വട്ടം ലാപ്പ് ഓഫ് ആയി പോയി. പിന്നെ ലാസ്റ്റ് ആഴ്ചയുടെ ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ ലാപ്പ് എടുത്തു വെച്ചു, യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഇനി റീപ്ലേസ്മെന്റ് ആണ്, നിങ്ങൾ ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചോ, ബോക്സ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇതാക്കി. പിറ്റേന്ന് കൊടുത്തു വന്ന ലാപ്പ് പിറ്റേന്ന് നമ്മൾ പിന്നെയും സർവീസ് സെന്ററിൽ നിന്ന് അവർ വിളിച്ചു. അവർ സർവീസ് സെന്ററിൽ നിന്ന് വിളിച്ചാൽ ചോദിക്കുന്ന സെയിം ചോദ്യം, എന്താണ് പ്രശ്നം, ഇതാണോ പ്രശ്നം, അതാണോ, അവർ നോക്കിയിട്ട് കണ്ടില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സെയിം. അപ്പൊ ഞങ്ങൾ പിന്നെയും ഇവിടെ വിളിച്ച് അവരുടെ അന്വേഷിച്ചു. റീപ്ലേസ് പറഞ്ഞ സാധനം സർവീസ് സെന്ററിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ ഇവർക്ക്. അപ്പോൾ ഇവർ പറയാ നമുക്ക് റീപ്ലേസ്മെന്റിന് ഒരു ഓപ്ഷൻ ഇല്ല, റീപ്ലേസ്മെന്റ് അവിടെ നിന്നാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. സർവീസ് സെന്ററിലേക്ക് വിളിച്ച് റീപ്ലേസ്മെന്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയും റീപ്ലേസ് ചെയ്യേണ്ടത് ഇവരാണ്, അവർക്ക് റീപ്ലേസ്മെന്റ്, അവർക്ക് ആകെ 1 ഇയർ വാറന്റി ഒരു ഓപ്ഷനേ ഉള്ളൂ, അല്ലാണ്ട് റീപ്ലേസ്മെന്റ് ഒരു ഓപ്ഷൻ അവർക്കില്ലാന്ന്.
അങ്ങനെ ഇങ്ങനെ ഇട്ട് തട്ടി കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ. ഇത് കഴിഞ്ഞ് നമ്മൾ കംപ്ലൈന്റ് എന്താ കഥ? ഇവരുടെ ഷോറൂമിൽ സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ ഒടുക്കത്തെ സ്വീകരണമൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷെ പിന്നീട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഇവരുടെ തനി നിറം പുറത്തു വരുന്നത്. ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് ഇതുപോലുള്ള സാധാരണക്കാർ ഓരോ സാധനങ്ങളും വാങ്ങിക്കുന്നത്. മക്കളുടെ പഠനത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ വേറെ വഴിയില്ലല്ലോ. ഉള്ള പൈസ നുള്ളി പെറുക്കി ഡൗൺ പേയ്മെന്റ് ചെയ്ത് ബാക്കി EMI ഇട്ട് എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങാൻ നോക്കും എല്ലാവരും. EMI എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് വില കൂടിയ ഉപകരണങ്ങളൊക്കെ വാങ്ങാൻ കഴിയുന്നത് തന്നെ. മൈജി പോലുള്ള സ്ഥാപനങ്ങൾ വലിയ പരസ്യങ്ങൾ ചെയ്തിട്ടാണ് ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റുന്നത്. മോഹൻലാലും മഞ്ജു വാര്യറും ഒക്കെയാണ് ഇവരുടെ പരസ്യങ്ങൾ അഭിനയിക്കുന്നത്. ഇങ്ങനെ ഇവരുടെ പരസ്യമൊക്കെ കണ്ട് ഇവരെ വിശ്വസിച്ച് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരെ ഇതുപോലെ എടങ്ങാറാക്കുന്ന പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കളെ ഒരു പരസ്യം കൊണ്ടും ഒരു കാര്യം ഉണ്ടാവില്ല. വിശ്വാസം തകർന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇനി കോടികൾ പരസ്യം ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഒരു പട്ടിക്കുഞ്ഞു പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കൂല. എന്തായാലും ഒരു രക്ഷയും ഇല്ല എന്ന് കണ്ടപ്പോൾ ഇവരെന്താക്കി പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഐജിയിലേക്ക് വിളിച്ചു. അതിനെ കുറിച്ച് ഇവർ പറയുന്നൊന്ന് കേട്ടോക്കാം. സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു ലാപ്പ് ഇവിടെ ഉണ്ട്, നമ്മളൊന്നും എടുക്കാത്തതാണ്. അപ്പൊ ഇപ്പൊ ലാപ്പ് എടുക്കാൻ ഇപ്പോഴും അവർ പറയുന്നത് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, സർവീസ് സെന്ററിൽ കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോൾ കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ പറ്റും. കൊള്ളാലോ പരിപാടി. പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ വിളിച്ചതല്ലേ, എല്ലാം ഓക്കെ ആയിട്ടുണ്ടാകുമെന്ന് കരുതി മൈജിയിലേക്ക് പോയി നോക്കിയിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. പോലീസുകാരോട് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള പുതിയ ലാപ്ടോപ്പ് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇവര് ലാപ്ടോപ്പ് വാങ്ങാൻ വന്നപ്പോ കൈ മലർത്തി കാണിച്ചേക്കുന്നു. ഇങ്ങനെ പോലീസുകാര് പോലും നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവർ പിന്നെ സാധാരണക്കാരോട് എങ്ങനെയായിരിക്കും പെരുമാറാന്നുള്ളത് ആലോചിച്ചാൽ മതിയല്ലോ. എന്തായാലും ബാക്കി ഉണ്ടോക്കാം. ഒരു പ്രശ്നമാണ് ലാപ്പിന്. ഇവർക്ക് ഡൗട്ട് ഒന്നുമില്ല കംപ്ലൈന്റ് ഉണ്ടെന്നുള്ളതിന്. കാരണം ഈ കംപ്ലൈന്റ് വന്നപ്പോൾ നമ്മളിവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, സാധനം ഇവരെ തുറന്നു നോക്കിയിട്ടുണ്ട്. പക്ഷേ സർവീസ് സെന്റർക്ക് കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ അവരെ ബോധിപ്പിക്കണം ഈ ലാപ്പിൽ കംപ്ലൈന്റ് ഉണ്ട് സർവീസ് സെന്ററുകാരെ. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യുമ്പോൾ രാത്രി, ഞാൻ ക്ലാസ്സിൽ പോയി വന്നിട്ട് രാത്രിയാണ് ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്. രാത്രി ഒരു 9 മണി 10 മണി സമയത്താണ് ഈ ഒരു ഇഷ്യൂ വരിക ലാപ്പിന്. മിക്കവാറും മീൻസ് എന്തൊരു 7 മണി 8 മണിക്കാണ് ഞാൻ ഇരിക്കാം. ആ സമയത്ത് മൈജി ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും, ചിലപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സർവീസ് സെന്റർ തൃശ്ശൂരാ. നമുക്ക് ഈ രാത്രി 10 മണിക്ക് തൃശ്ശൂർ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, അടച്ചിട്ടുണ്ടാവും. ഇത് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇതിന്റെ ബാറ്ററി ഇറങ്ങിയിട്ട് പിന്നെ കുത്തിയിട്ട് ഓൺ ആവുന്ന രീതിയിലായിരിക്കും. അപ്പൊ ഇവിടെ കൊണ്ടു കൊടുത്താലും നമ്മൾ നേരിട്ട് തൃശ്ശൂർ കൊണ്ട് കൊടുത്താലും ഇഷ്യൂ ഉള്ളപ്പോൾ അവർക്ക് കിട്ടില്ല, അത് ഇവർക്കേ കിട്ടുള്ളൂ. അപ്പൊ അവരായിട്ട് സംസാരിക്കേണ്ടത് ഇവരാണ്. നമ്മൾ ലാപ്പ് എടുത്ത മൈജിന്നാ, സർവീസ് സെന്ററിൽ നിന്നല്ലോ. അപ്പൊ ഇവര് അത് പറ്റണില്ല. എന്നിട്ട് ഇവര് വെറുതെ ഇങ്ങനെ നമ്മൾ പിട്ട് തട്ടി കളിച്ചോണ്ടിരിക്കുക. ഇവർക്കല്ല ഉത്തരവാദിത്തം, ലെനോവോക്കാരാണ് അത് തരേണ്ടത്. ഞങ്ങൾക്ക് ലെനോവോന്റെ കമ്പനിയുടെ ലാപ്പ് അവരാണ് തരേണ്ടത്. ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് കാര്യമില്ലാന്ന്. അത് ഇവിടുത്തെ വർത്താനാണ്. ഈ വിഷയത്തിൽ ലെനോവോക്കാർക്ക് ഉള്ളതിനേക്കാളും ഉത്തരവാദിത്വം മൈജിക്കാർക്കാണെന്ന് ഞാൻ പറയും. മൈജിന്ന് വാങ്ങിയ സാധനമല്ലേ, സോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്ത് പ്രശ്നവും പരിഹരിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം. അതങ്ങനെ തന്നെയാണ്. കസ്റ്റമേഴ്സിനോട് ഇത്തിരെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ മാതിരി വർത്താനം പറയില്ലായിരുന്നു. ഇനിയിപ്പോ ഇതിൽ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കുക. ഓൺലൈനായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിൾ ആണ്. വാട്സ്ആപ്പ് വഴിയൊക്കെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഇന്നുണ്ട്. ഇത്തരം കേസുകളിൽ കൺസ്യൂമർ കോർട്ട് വഴി നീതി ലഭിച്ച ഒരുപാട് പേരുണ്ട്. സോ ആ ഒരു മാർഗം നോക്കുന്നതായിരിക്കും ഇനി ഏറ്റവും നല്ലത്. ഇനി ചാലക്കുടിയിൽ ഇതേ മൈജി ഷോറൂമിനെതിരെ വരുന്ന മറ്റൊരു പരാതിയും കൂടി കേട്ടിട്ട് നമുക്ക് നിർത്താം. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ ഷോപ്പിൽ നിന്നൊരു പയ്യൻ TV വാങ്ങി. HDB ഫിനാൻസിന്റെ EMI ലോൺ ഉപയോഗിച്ചിട്ടാണ് TV മേടിച്ചത്. അങ്ങനെ TV വാങ്ങിയ സമയത്ത് HDB ഫിനാൻസിന്റെ ഒരു എക്സ്റ്റൻഡഡ് വാറന്റി പ്ലസ് ഇൻഷുറൻസ് എന്നൊരു ഓപ്ഷൻ കൂടി പയ്യൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. 2000ഓളം രൂപ അടിച്ചിട്ടാണ് ഈ പ്രീമിയം കാർഡും പർച്ചേസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ചില കടകളിൽ നിന്നൊക്കെ ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് അവർ എക്സ്ട്രാ 1000 രൂപ അടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനിടയ്ക്ക് ഡിസ്പ്ലേ പൊട്ടി കഴിഞ്ഞാണെങ്കിൽ മാറ്റി തരും എന്നൊക്കെ ടൈപ്പുള്ള ഓഫറുകൾ നമ്മളോട് പറയാറില്ലേ. ആ ഒരു ടൈപ്പ് ഓഫർ ആണെന്ന് തോന്നുന്നതും. എന്തായാലും HDB ഫിനാൻസിന്റെ ഈ ഓഫറിനൊപ്പം TV വാങ്ങുന്ന ആൾക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ് കൂടി ലഭ്യമാകുമായിരുന്നു. അതായത് TV ആരുടെ പേരിലാണോ വാങ്ങുന്നത് അയാൾക്ക് ഒരു കൊല്ലത്തിനടുക്ക് വല്ല അപകട മരണവും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ അയാളുടെ കുടുംബത്തിന് ലഭിക്കും. നിർഭാഗ്യവശാൽ TV വാങ്ങിയ പയ്യൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. അങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഈ പയ്യന്റെ സുഹൃത്തുക്കൾ മൈജിയിലേക്ക് പോയപ്പോഴാണ് അവർക്ക് അവിടെ നിന്ന് മോശം അനുഭവം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് മരിച്ചു പോയ പയ്യന്റെ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടോക്കാം. അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഏണസ്റ്റോ മരണപ്പെടുകയും ഇതിന്റെ ഭാഗമായിട്ട് ഒരു 10-20 ദിവസത്തിനകം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഈ മൈജി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ വന്ന് ഇതിന്റെ മറ്റു കാര്യം ഈ പറയുന്ന ഈ TV എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാരണ്ടി ആയിട്ട് നിന്നിട്ടുള്ള ജാമ്യക്കാരായിട്ട് നിന്നിട്ടുള്ള 2 ഏണസ്റ്റോയുടെ സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കളെ ഇവിടുന്ന് നിരവധി തവണ വിളിക്കുകയും ആ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് മൈജിയിൽ നിന്നുള്ള ആളുകൾ ഇത് അടക്കണം എന്നുള്ള രീതിയിലേക്ക് ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഡെത്ത് തുക, അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ഇൻഷുറൻസ് തുക ഇവർക്ക് 2 മാസത്തിനുള്ളിൽ അനുവദിക്കപ്പെടും. ആ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടക്കുന്ന പൈസ നിങ്ങൾക്ക് തിരിച്ചെടുക്കാമെന്ന ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന പാവപ്പെട്ട ഈ പറയുന്ന യുവാക്കളിൽ നിന്ന് ഈ മൈജി സ്ഥാപനം പൈസ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നിരവധി തവണ ഇതിന്റെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ഹാജരാക്കാൻ പറഞ്ഞു. ആ രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഹാജരാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇരുന്ന ഒരു മാനേജർ, HDB ഫിനാൻസിന്റെ ഒരു മാനേജർ, എന്താ സന്ദീപ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഈ പറയുന്ന രേഖകളൊന്നും ഇതിന്റെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇൻഷുറൻസ് കമ്പനി അറിയിക്കാതെ പൂട്ടിയിട്ടൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അത്തരം രീതിയിൽ പല തരത്തിലുള്ള വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാകും മനസ്സിലാക്കുന്നത്. മാത്രമല്ല
HDB ഫിനാൻസിന്റെ നിരന്തരമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇതെന്നാണ് ഞങ്ങൾക്ക് അന്വേഷിച്ച് മനസ്സിലായത്. ഇത് ഇൻഷുറൻസ് തുക അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇൻഷുറൻസ് തുക ഇവർക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘമായിട്ട് ഈ പറഞ്ഞ HDB ഫിനാൻസും മൈജു മാറി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര വലിയ തെണ്ടിത്തരാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇത് സത്യമാണെങ്കിൽ തീർച്ചയായും ഇതിന് പിന്നിൽ കളിച്ചവർക്കെതിരെ നടപടി എടുക്കണം. ഈ പയ്യൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും അവന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് തുക കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ തുക ലഭിക്കുന്നില്ല എന്നതിന് കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ആ പണം ആരെങ്കിലും കൈക്കലാക്കിയോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു പാവം പയ്യൻ മരിച്ചു പോയതിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഇൻഷുറൻസ് തുകയിലൊക്കെ കൈയിട്ട് വാരാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലെന്ന് ഞാൻ പറയും. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ചാലക്കുടിയിലെ മൈജിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇവരുടെ മറ്റു ഷോറൂമുകളിലും ഇത് തന്നെയാണോ അവസ്ഥ എന്ന് നമുക്കറിയില്ല. എന്തായാലും മൈജി ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.